രേണുസുതി, ആരുടെയൊക്കെയോ പ്രിയപ്പെട്ട തങ്കക്കൊടമേ, എന്തിനാണ് നാട്ടുകാരുടെ വായിൽ നിന്ന് ഇങ്ങനെ തെറി കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കമന്റ് ബോക്സിൽ മാത്രമാണോ നാട്ടുകാർ തെറി പറയാറുള്ളത്? അല്ല, ഇവിടെ ഒരുപാട് ആളുകളുടെ കമന്റ് ബോക്സിൽ നാട്ടുകാർ തെറി പറയാറുണ്ട്. നമ്മുടെയൊക്കെ വീഡിയോയുടെ അടിയിലും തെറികൾ വരാറുണ്ട്. നമ്മളാരും ഇത് പൊക്കിയെടുത്തോണ്ട് മറ്റേ എന്നെ തെറി പറഞ്ഞേ നീ പോടാ മറ്റവനെ, നീ പോടാ മറിച്ചവനെ എന്നും പറഞ്ഞ് ഇറങ്ങാറില്ല. കമന്റ് ബോക്സിൽ തന്നെ അങ്ങ് തള്ളി വിടും അതിനെയൊക്കെ. ഇവിടെ രേണുസുതി എന്താ ചെയ്യുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തോന്നിവാസ വീഡിയോകൾ കാണിക്കും, ചെയ്തിടും ഇൻസ്റ്റഗ്രാമിൽ. അതിൻ്റെ അടിയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. ആ കമന്റ് അങ്ങോട്ട് പൊക്കിയെടുത്ത് സ്റ്റോറി ഇടും. പിന്നെ അടുത്ത ദിവസം ആ സ്റ്റോറിയും പൊക്കി പിടിച്ചോണ്ടിരുന്ന് കഥ പറയും. എന്തിനാ രേണുസുതി? നാട്ടുകാര് തെറി പറയുന്നത് കേട്ട് നിങ്ങളുടെ തന്നെ മനസ്സിനെ വേദനിപ്പിച്ച് ശരീരത്തിന് വയ്യ. അറിയാം, എല്ലാവർക്കും അറിയാം വയ്യാന്ന്. നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ വീട്ടുകാർക്കും അറിയാം. ഇവരുടെ വീട്ടുകാരോടാ ചോദിക്കുന്നത്. ഈ സ്ത്രീക്ക് ഫോൺ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ അവർക്ക് ജീവിക്കണം, വീഡിയോകൾ ചെയ്യണം, യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടാലേ പൈസ കിട്ടത്തുള്ളൂ, അതിനകത്തൊന്നും അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ, മനസ്സിലാക്കാം. പക്ഷേ അതിന് ഒരു ലിമിറ്റ് ഇല്ലേ? ലിമിറ്റ് ഇൻ ദ സെൻസ്, ഇവർക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ വീഡിയോ അല്ലെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫോൺ അങ്ങ് മാറ്റി വെക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, രേണുവിന് തീരെ വയ്യ. രേണുവിന്റെ വീഡിയോകൾ വേറെ ആരോ വന്നിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് വീഡിയോ ഇടണം, ഇട്ട് കഴിഞ്ഞാൽ അതവിടെ വിടണം. അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ പിന്നെ കുത്തിയിരുന്ന് വായിച്ച് അതെടുത്ത് പോസ്റ്റ് ചെയ്ത് പിന്നെ അതിന്റെ അടുത്ത വീഡിയോ ചെയ്ത് എന്തിന്? ആരെ കാണിക്കാൻ? ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടോ? നിന്നോ. പക്ഷെ ഇത് വേറൊരു രീതിയിൽ നിങ്ങളെ ബാധിക്കുകയാണ്, നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുകയാണ്. നിങ്ങളിതെല്ലാം വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മനസ്സിന് സങ്കടം വരും. നിങ്ങളുടെ രോഗത്തിനെ അത് മൂർച്ഛിപ്പിക്കും, ഇല്ലേ? എന്തിനാ ഈ പരിപാടിക്ക് നിൽക്കുന്നത്? ഇതാ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. എന്ത് കാര്യത്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിന്റെ കുഴപ്പമാ ചേച്ചിക്ക്? കുറെ ആയില്ലേ? ഇനി നിർത്തിക്കൂടെ? വയ്യാത്തൊരവസ്ഥയല്ലേ? ഈ സമയത്ത് നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കുത്തിയിരുന്ന് വായിച്ച് അത് ഇവരുടെ വീട്ടുകാർക്കുണ്ടല്ലോ ആ തങ്കഞ്ചാട്ടൻ എന്റെ തങ്കഞ്ചാട്ടാ, തനിക്ക് എന്താടോ? തനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടോ. രേണുവിന്റെ സഹോദരി, അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരല്ലേ നിങ്ങളൊക്കെ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇല്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചോ? അറ്റ്ലീസ്റ്റ് അവരുടെ ഈ വീഡിയോകൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന വേറെ ആരോ വന്ന് ഇടുന്ന വീഡിയോകൾ അത് വേറെ ആരോ വന്ന് എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, പോകുന്നു. ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ ഇടുന്നു, ഇൻസ്റ്റാഗ്രാമിൽ രേണു തന്നെയാണ് വീഡിയോ എടുത്തിടുന്നത്. ഓക്കെ, ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഫോൺ അങ്ങ് മാറ്റി വെക്കുക. പിന്നെ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളൊന്നും ഇവരെ കൊണ്ട് വായിപ്പിക്കാതിരിക്കുക. അത് ചെയ്തുകൂടെ നിങ്ങൾക്ക്? അത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക്? അതിനും ഇനി അടുത്ത ന്യായീകരണം കൊണ്ട് വരുമോ നിങ്ങൾ? അതിന് നിങ്ങൾ എത്രയൊക്കെ ന്യായീകരണം പറഞ്ഞാലും അത് നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം ആ ന്യായീകരണത്തിന് ഒരു വിലയില്ല. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോ, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ വേറൊരു കാര്യം, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. കൂടാതെ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് കണ്ടാൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മുടെയൊക്കെ ചാനൽ ഭയങ്കര ഡൗൺ ആയിട്ട് കിടക്കുക. അതുകൊണ്ട് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലേ അങ്ങോട്ട് മേപ്പോട്ട് കയറത്തുള്ളൂ. അതുകൊണ്ട് ഹൈപ്പൊക്കെ അങ്ങോട്ട് ചെയ്യുക. പിന്നെ ചില ആളുകൾക്ക് രേണുസുതി ബന്ധപ്പെട്ട വീഡിയോകൾ കാണാൻ താല്പര്യമില്ല, നിങ്ങൾ കാണണ്ട, ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യില്ല. ഓക്കെ, ഇനി എന്താ ഈ സാധനം ഒന്ന് കണ്ടോ. നീ ഡെയിലി പിരികം വരയ്ക്കുവോ? അല്ലെങ്കിൽ നീ ഡെയിലി പുരികം ത്രെഡ് ചെയ്യുവോ? നിനക്ക് ക്യാൻസർ അല്ലേ? നിനക്ക് വേറെ പണിയില്ലേ? നിനക്ക് എന്ത് ക്യാൻസറാണ്? നിനക്ക് പിരികം ഇങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ, ഡെയിലി കേൾക്കുന്നതാണ്. എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, ഇത് അന്ന് ഞാൻ പിരികം ത്രെഡ് ചെയ്താണ്. ഇതിനി വളരത്തില്ല. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, ഈ മുടിയൊന്നും ഇനി വളരത്തില്ല കീമോ കഴിയാതെ. മൈക്രോ ബ്ലേഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് എൻ്റെ പുരികത്തിൻ്റെ ബ്ലാക്കും ഷേപ്പും എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഞാനിങ്ങനെ വരച്ചു കൊടുക്കാറുമുണ്ട്. പെട്ടെന്നൊന്നും നമ്മുടെ ഈ വികൃത രൂപം നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്തതാണ്. നിങ്ങൾക്കാണേലും നിങ്ങൾക്ക് എന്തെങ്കിലും വരാതിരിക്കട്ടെ, ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. മനസ്സിലായോ? നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ നടന്നൊരു വ്യക്തിയാണ്. മനസ്സിലായി? ആർക്കും അംഗീകരിക്കാൻ പറ്റൂല നമുക്ക് പെട്ടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇത് മൈക്രോ ബ്ലേഡ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഈ ഷേപ്പിനിരിക്കുന്നത്. പിരികവും ഒക്കെ പൊഴിയുന്നുണ്ടായിരുന്നു. മുടിയും പിരികവും ഒക്കെ ഇനി വളരണമെങ്കിൽ കീമോ ഫുള്ള് സൈക്കിൾ കഴിയണം. എന്നാൽ മാത്രമേ വളരത്തുള്ളൂ. നിങ്ങൾ ഇനിയും കമന്റ് ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക്
നിങ്ങളത് മനസ്സിലാക്കുക. ഞാൻ ഡെയിലി പോയി ബ്യൂട്ടി പാർലറിൽ പോയി പിരിവ് എടുക്കുവല്ല. ഓൾറെഡി ഇത് നേരത്തെ എടുത്ത് വെച്ചതാണ് ത്രെഡ്. ഇനി അത് വളരണമെങ്കിൽ കീമോ കഴിയണം. പിന്നെ ഈ ബ്ലാക്ക് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് തന്നെ മൈക്രോ ബ്ലേഡ് വെച്ച് ചെയ്ത് വെച്ചേക്കുന്ന പുരികമായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ ആരെ ബോധിപ്പിക്കണം? ആർക്കും ഗതി വരുത്തരുതേ. രേണു എന്തിനാണ് നാട്ടുകാരെ ബോധിപ്പിക്കാൻ നടക്കുന്നത്? എനിക്കിപ്പോഴും പണ്ടും ഒക്കെ ചോദിക്കാനുള്ളൊരു ചോദ്യം അതാ. എന്തിനാണ് കൂടുതൽ നിങ്ങൾ അങ്ങോട്ട് ബോധിപ്പിക്കാൻ നടക്കുന്നത്? ഈ ബോധിപ്പിക്കാൻ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഇത് നിങ്ങൾക്കറിയത്തില്ലെങ്കിലും നാട്ടുകാർക്കറിയാം. പിടികിട്ടിയോ? പിന്നെ വേറൊരു കാര്യം, രേണുസുതി, നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട ഈ നാട്ടിലെ ആളുകൾക്ക് ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ. കാരണം ഇന്ന് ഏതൊരു കുടുംബത്തിൽ നോക്കിയാലും ആർക്കെങ്കിലുമൊക്കെ ഈ സാധനം വന്നു പോകും. ഈ ഒരു അസുഖം അത്രയ്ക്കും വൃത്തികെട്ട അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ കീമോ ടൈമിൽ മുടി പോകുന്ന കാര്യങ്ങൾ ഇതെല്ലാം ആളുകൾക്ക് അറിയാൻ രേണു. പിന്നെ ഇത് വന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടുന്ന ആളുകൾ തീരെ ബോധം വിവരം ഇല്ലാത്തവരായിരിക്കും. പിടികിട്ടിയില്ലേ? തീരെ ബോധം വിവരം ഇല്ലാത്തവരായിരിക്കും ഇങ്ങനെ വന്ന് അത് ചൊറിയണമെന്ന് വിചാരിച്ചിട്ട് വന്ന് ചൊറിയുന്നത്. അത് നിങ്ങൾക്കും അറിയാം. അത്യാവശ്യം ബോധമുള്ളവരുണ്ടല്ലോ, അത്യാവശ്യം ബോധമുള്ളവർ ഈ സമയത്ത് നിങ്ങളുടെ അകത്ത് വന്ന് ചൊറിയാൻ നിൽക്കത്തില്ല. പിന്നെ നിങ്ങളുടെ കയ്യിരിപ്പ്, നിങ്ങളുടെ ചില സമയത്തെ ഓരോ വർത്താനങ്ങൾ, പ്രത്യേകിച്ച് ആ കിച്ചു എന്ന് പറയുന്ന ചെറുക്കനെ വലിച്ചെടുത്ത് അവനെ എടുത്തിട്ട് വെച്ച് താങ്ങിയപ്പോഴൊക്കെയാണ് ആളുകൾ വന്ന് വിമർശിച്ചുകൊണ്ടിരുന്നത്. പിടികിട്ടിയോ? അല്ലാതെ വന്ന് കമന്റ് ഇടുന്നവര് ഈ തെറി പറയുന്ന രേണു നമ്മൾ കാണാറുണ്ടോ ചില തെറികളൊക്കെ? അതിനൊക്കെ മറുപടി കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. പിന്നെ നിങ്ങളുടെ ഈ മറുപടി അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതായിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ. പിടികിട്ടിയോ? പക്ഷെ അത് ഒരു പരിധിയിൽ കൂടുതൽ ചെയ്യുമ്പോൾ നാട്ടുകാർ വെറുക്കും നിങ്ങളെ. അത്യാവശ്യം നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ അത് നിങ്ങളോടൊരു സഹതാപം കുറെ ആളുകൾക്ക് ഉള്ളത് കൊണ്ടാണ് ആ വ്യൂവർഷിപ്പ് ഉള്ളത്. അതും കൂടെ നിങ്ങൾ ഇല്ലാതാക്കരുത്. അതെനിക്ക് പറയണമെന്ന് തോന്നി. നിങ്ങൾ ഈ വന്നിരുന്ന് ഈ കഥ നിങ്ങളുടെ മറ്റേ മൈക്രോ ബ്ലേഡ് അത് ഇത് എന്തിനൊക്കെ ആൾക്കാരോട് പറയാനിരിക്കണം? നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിനൊന്നും നിങ്ങൾ മറുപടി കൊടുക്കത്തില്ല. ഇനി അഥവാ മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എവിടെയും തൊടാതെ കുറെ ന്യായങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിൻ്റെയൊക്കെ ആയിരിക്കും ചില ആളുകൾ വന്നിട്ട് നിങ്ങളെ ചൊറിഞ്ഞിട്ട് പോകുന്നത്. ചില ആളുകൾ. പക്ഷെ ചിലവന്മാരുണ്ട് അത് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. അത് വേറൊരു കാര്യം. ഈ ഭയങ്കരമായിട്ട് തെറി, എന്ത് കണ്ടാലും തെറി പറയുന്നവര്, അവരോടാണ് രേണു ഇപ്പൊ സംസാരിക്കുന്നത്. അവരോട് മാത്രമാണ് രേണു സംസാരിക്കുന്നത്. പക്ഷെ അവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അവർ ഇനി ഇത് തന്നെ ചെയ്യും. അത് രേണുസുതി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ. ക്യാൻസർ രോഗികൾ എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം അവർ സന്തോഷിക്കട്ടെ എന്നേ നമ്മൾ പറയത്തുള്ളൂ അല്ലേ. അവർ ഒരു ചെറിയ റീലിടുന്നതിന് നമ്മൾ സന്തോഷമാണ്, അല്ലെങ്കിൽ അവരവരുടെ ഫോണിൽ അവരുടെ സന്തോഷം അവർ ചെയ്യട്ടെ എന്നേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ രേണുസുതി അത് ചെയ്താൽ അത് വലിയ രീതിയിൽ കംപ്ലൈൻ്റ് ആവുകയും നമ്മുടെ ഹോസ്പിറ്റലിൽ വരെ അത് കംപ്ലൈൻ്റ് ആയിട്ട് ചെല്ലുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. സോ എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മാത്രം സന്തോഷിക്കേണ്ട എന്നാണോ? വിധവയായിട്ടിരുന്നപ്പോഴും ഞാൻ സന്തോഷിക്കേണ്ട? ഞാൻ സന്തോഷിക്കുന്നതിന് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് മാത്രം കേട്ടോ. നല്ല ആളുകളെല്ലാം എൻ്റെ കൂടെ തന്നെ എപ്പോഴും സപ്പോർട്ടിനുണ്ടാവും. കുറച്ച് പേർക്ക് മാത്രം കണ്ണിക്കടിയാണ്. ഞാനങ്ങനെ സന്തോഷിക്കേണ്ട. ഇപ്പം ക്യാൻസറായിട്ട് കിടക്കുമ്പോഴും അവളങ്ങനെ സന്തോഷിക്കേണ്ട. അവളവിടെ മരുന്നിൻ്റെ ഗന്ധവും പേറി എന്താ പറയുക, ഒരുമാതിരി എന്താ അതിന് പറയേണ്ടത്, തലമൂടി ഇരിക്കുക എന്നുള്ളതാണ് ചില ആളുകളുടെ ഇപ്പോഴും ഒരു ഇത്. പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോഴും എന്താ പറയുക, പഴയ രീതിയിൽ പാറിപ്പറന്ന് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇപ്പം ജീവനോടിരിക്കുന്നത്. പിന്നെ എന്നെ നോക്കുന്ന സമർത്ഥരായ ഡോക്ടർമാരുടെ ആ ഒരു എന്താ പറയുക ശുശ്രൂഷയും അതുപോലെ ദൈവത്തിൻ്റെ ഒരു സ്നേഹവും ദൈവമക്കളുടെ സ്നേഹവും മാത്രമാണ് എന്നെ നിലനിർത്തുന്നത്. സോ താങ്ക് യു. അത് മാത്രമല്ല രേണുസുതി നിന്നെ നിലനിർത്തുന്നത്, നീ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിലാണെങ്കിലും വേറെ ആരോ വന്നു എടുക്കുന്നു, ആ വീഡിയോകൾ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനകത്തുനിന്ന് നിനക്ക് കിട്ടുന്ന ഇൻകം, അത് വെച്ചിട്ടാണ് നിന്റെ കുറെ കാര്യങ്ങൾ നടക്കുന്നത്. ഹോസ്പിറ്റലിൽ നീ അടയ്ക്കുന്ന പൈസ പോലും അതും കൂടെ നീ പറയണം. പിന്നെ വേറൊരു കാര്യം, നീ സന്തോഷിക്കണ്ട, നീ വീഡിയോ ഇടണ്ട ഒന്നും ഞാൻ പറയത്തില്ല. നീ റീൽ ഇടണ്ടെന്ന് പോലും ഞാൻ പറയത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ നീ തന്നെയാണ് റീൽ എടുക്കുന്നത്, ഇടുന്നത്. ഇട്ടോ പാട്ട് പാടുകയോ ഇല്ലെങ്കിൽ നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നെങ്കിൽ ഡാൻസ് കളിക്കുകയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറ. നീ ഇനിയും എന്തെങ്കിലുമൊക്കെ പുതിയ പ്രൊജക്ട്സ് നീ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ചെയ്ത പ്രൊജക്ട്സിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീ താങ്ങിക്കൊണ്ടിരിക്കേ, കുഴപ്പമില്ല. ഇത് വന്നിട്ട് നീ പറയുന്നത് മൊത്തം ആരൊക്കെയോ നിന്നെ എന്തോ പറഞ്ഞു ഇങ്ങനെ. പിന്നെ മറ്റേ സഹതാപത്തിന്റെ കാട എന്തിന് ആവശ്യമുണ്ടോ? ഒരു കാരണവശാലും ആ ഒരു പരിപാടിയോട് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാനെന്നല്ല, ഭൂരിഭാഗം ആളുകളും ഈ സാധനത്തിലാണ് നിന്നോട് ദേഷ്യം തോന്നുന്ന ആളുകൾക്ക്. എന്തിനാണ് ഇവിടെ വന്ന് വീണ്ടും ഈ കഥ പറയുന്നത് എന്ന് മാത്രമേ ആളുകൾ ചിന്തിക്കത്തുള്ളൂ.
ഇപ്പൊ തന്നെ ഒരു പുതിയൊരു റീൽ ഇട്ടതാ. ഞാൻ ആ റീല് കാണിക്കുന്നില്ല, അതിന്റെ ടൈറ്റിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ട് വായിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഒരുമാതിരി രേണു മര്യാദയ്ക്ക് എഴുതിയിട്ട് രേണു വായിക്കട്ടെ ആൾക്കാർ. വീടിന്റെ മുറ്റത്ത് ഇറങ്ങിയാൽ കംപ്ലൈന്റ് ചെയ്യില്ലല്ലോ അല്ലേ? രേണുവിന്റെ വീടിന്റെ മുറ്റത്ത് രേണു ഇറങ്ങുന്നതിന് ആൾക്കാർ എന്തിനാ കമന്റ് ചെയ്യുന്നത്? അല്ല, കംപ്ലൈന്റ് ചെയ്യുന്നത് എന്തിനാ? അല്ല, ഇത് ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ എഴുതിയിടുന്നത്? ക്യാൻസർ രോഗിയായ രേണു സുധിക്ക് സനദിഷ്കാൻ പാടില്ലല്ലോ. തെറുത്താത്ത ആരാണെന്ന് കംപ്ലൈന്റ് ചെയ്തല്ലോ. എന്താന്നാ രേണു? ക്യാൻസർ എന്താ സുധിക്ക് സമാധാനിക്കാൻ പാടില്ലല്ലോ. വയ്യ മര്യാദക്ക് എഴുതിയിട്ടാൽ നമുക്ക് മര്യാദയ്ക്ക് വായിക്കാൻ പറ്റും കേട്ടോ. എന്താണെങ്കിലും ഈ വീടിന്റെ മുറ്റത്ത് ഇറങ്ങുന്ന കേസൊക്കെ രേണു ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആൾക്കാർക്ക്. ആൾക്കാർ വന്നിട്ട് പറയണം, കമന്റ് ബോക്സിൽ പറയണം, കണ്ടില്ലേ അവൾ അസുഖമായിട്ട് ഇതേ വീടിന്റെ മുറ്റത്തിറങ്ങി നടക്കുന്നു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞു വെക്കുന്നതാണോ ഇത്? എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ആൾക്കാർ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് പറയിക്കണം. എന്നിട്ട് അടുത്ത വീഡിയോയിൽ വന്നിട്ട് കണ്ടോ അവരങ്ങനെ പറഞ്ഞില്ലേ. എന്തിന്റെ കാര്യമാ ഇത്? അതിന്റെ അടിയിൽ വന്നൊരു കമന്റും ഉണ്ട് കേട്ടോ. ഡേയ്, അവൾ ഇപ്പോൾ നിന്റെ പേരിൽ വീഡിയോ ചെയ്യുന്നത് കാണാറില്ല. അതായത് മറ്റേ തെറുത്താത്ത എന്ന് പറയുന്ന ആള് കാണാറില്ല. എല്ലാരും നിർത്തി, നീ വീണ്ടും എല്ലാരും നിർത്തിയാലും ചേച്ചി വീണ്ടും ചെയ്യിപ്പിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ വന്ന് ചോദിക്കും നിർത്തിക്കൂടെ എന്ന്. അവരോടാ, നമ്മൾ നിർത്തിയാലും അവർ നമ്മളെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ കൊണ്ട് തെറി പറയിപ്പിക്കാൻ വേണ്ടി ഓരോന്ന്. എനിക്കത് മനസ്സിലാവാത്ത എന്തോന്ന് അറിയണു. എല്ലാവരും നിർത്തി, നീ വീണ്ടും അവരെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് പണി ഇരുന്ന് വാങ്ങുവാൻ നിൽക്കുകയാണ്. ആക്ച്വലി നിനക്ക് എന്താ പ്രശ്നം? വല്ല കുഴപ്പമുണ്ടോ? ചുമ്മാ ഇരിക്കുന്നവരെ പോയി ചൊറിയും, എന്നിട്ട് അവർ പ്രതികരിച്ചാൽ അവരെ നീ നിന്റെ ആൾക്കാരും കൂടി പൂരത്തെറി വിളിക്കുന്നത് കേൾക്കാം. എന്ത് പെണ്ണെ, നിനക്ക് വയ്യേ നിനക്ക്? എവിടെയെങ്കിലും ചൊറിയുന്നുണ്ടോ? വല്ലാത്ത കഷ്ടം തന്നെ. ഗായത്രി TV. അല്ല, ചോദിച്ചതിനകത്ത് എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല കേട്ടോ. ഗായത്രി വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാ ചോദിച്ചത്. ഇതൊക്കെയാ നമ്മളും ചോദിക്കുന്നത്. എന്തിനാ വെറുതെ ആൾക്കാർക്ക് അങ്ങോട്ട് കുറെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആൾക്കാരെ കൊണ്ട് അത് പറയിപ്പിക്കുക, പിന്നെ അതെടുത്ത് വെച്ച് സ്റ്റോറിയാക്കി ഇടുക, എന്നിട്ട് പിന്നെ അതിനെപ്പറ്റി ഇരുന്ന് വീഡിയോ ചെയ്യുക. രേണു ഒരു ലിമിറ്റ് ഉണ്ട് രേണു. ഇത്ര നാളും കാണിച്ച കണക്കല്ല. നിങ്ങളെ ഒന്നും പറയാൻ നമുക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഈ കാട്ടായങ്ങൾ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കാതെ ഇരിക്കും? ഓരോന്നൊക്കെ മറ്റേ ഈ സ്റ്റോറിയിൽ ഇടുന്നത്, ഈ സാധനമൊക്കെ സ്റ്റോറിയിൽ ഇട്ടതാ. ഞാൻ ഓരോരുത്തന്മാർ എഴുതിയിട്ടേക്കുന്ന കണ്ടോ? ഞാനത് വായിക്കുന്നില്ല. കള്ളവേടി വെച്ചവന്മാരെല്ലാം വന്ന് കാണുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എടുത്ത് രേണു പോസ്റ്റ് ചെയ്യാൻ ചെയ്യും. എന്ത് കാര്യത്തിനാ രേണു ഇത് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്? എന്താ രേണുവിന് കിട്ടുന്നത്? എനിക്ക് പിടികിട്ടുന്നേ ഇല്ല. വേറൊരു കമന്റ് ആണ്, എടി നീ ആദ്യം നിന്റെ മനസ്സ് നല്ലതാക്ക്. ഈ അവസ്ഥയിലും അവളുടെ ഉള്ളിൽ പകയും വിദ്വേഷവുമാണ്. ഇപ്പോൾ നിന്റെ ആയുസ്സിന് വേണ്ടി നീ തന്നെ ദൈവത്തോട് അപേക്ഷിക്ക്. അല്ലാതെ മറ്റുള്ളവരുടെ പ്രാർത്ഥന ഒരു പരിധി വരെയേ ഉള്ളൂ. മറ്റുള്ളവർക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ സമയം കണ്ടെത്തണ്ടേ? സത്യമാ, മറ്റുള്ളവർക്കൊന്നും സമയം കിട്ടത്തില്ല രേണുവിന്റെ കാര്യത്തിൽ പ്രാർത്ഥിക്കാനൊന്നും. ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു വീഡിയോയും കൂടി എനിക്ക് നിങ്ങളെ കാണിക്കാനുണ്ട്. അത് വേറെ ആരുടെയല്ല, രേണുസുധിയുടെ ഉറ്റ സുഹൃത്ത്, ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന നിങ്ങൾക്കറിയാം. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും തീരെ ഇഷ്ടമല്ലാത്ത ശാരിക KB വന്നിരുന്ന് കുറച്ച് കഥ പറയുന്നത് കേട്ടു. ശാരിക KB, എന്താണ് ശാരിക KB നിങ്ങൾ അങ്ങോട്ട് രക്ഷപ്പെടാത്തത്? എനിക്ക് പലപ്പോഴും ഇത് ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു വ്യൂവർഷിപ്പ്? നമ്മളെക്കാട്ടിലൊക്കെ വളരെ മുമ്പ് വന്ന ഒരാളാണ്. നമ്മളെപ്പോലെ മിസ്ലീഡിങ് തംബ്നെയിൽസ് ഇല്ല, വളരെ ക്വാളിറ്റിയോടുകൂടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്ര വീഡിയോകളൊക്കെ ചെയ്തിട്ട് എന്താണ് ജനങ്ങൾക്ക് നിങ്ങളെ വലിയ താല്പര്യമില്ലാത്തത്? എപ്പോഴെങ്കിലും നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളത് ആലോചിച്ചിട്ടില്ലെങ്കിൽ നമ്മളതിരുന്ന് ആലോചിച്ചിട്ടുണ്ട്. നമുക്കൊരു ഉത്തരം കിട്ടി. വേറൊന്നും കൊണ്ടല്ല, ജനങ്ങളെ വെറുപ്പിക്കരുത്. മനസ്സിലായോ? ഞാൻ എന്തോ വലിയ മറ്റേതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതങ്ങ് എടുത്ത് കളഞ്ഞാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെടും യൂട്യൂബിൽ. അത് നിങ്ങൾ കളയാത്തോടത്തോളം കാലം ഒരിക്കലും നിങ്ങൾ യൂട്യൂബിൽ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആരും അത്ര വലിയ മഹാത്മാ ഒന്നും അല്ല. അത് നമുക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുള്ള കാട്ടപരാധം എല്ലാം വിളിച്ച് പറയുകയും ചെയ്യും. എന്നിട്ട് വന്ന് ഞാൻ വലിയ മറ്റേ സെറ്റപ്പാണ്, എൻ്റെ കൂട്ടുകാരി ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പിടിച്ച് ആട്ടും. കേട്ടല്ലോ? ചേച്ചിയുടെ കുറച്ച് കഥകൾ നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഹലോ ഡാർലിങ്സ്, ദ റിയാലിറ്റി ബൈ ഷാരിയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സൈബർ ബുള്ളിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിനെതിരായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അറസ്റ്റ്, അത് നടന്നു.
പിന്നെ അത് അറസ്റ്റ് ചെയ്യപ്പെട്ടവൻ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി പലതും പൊലമ്പും പ്രഹസനം കാണിക്കും. വി ഡോണ്ട് കെയർ, ബിക്കോസ് ഞങ്ങൾ ഇന്ത്യൻ നിയമത്തിൽ സൈബർ സെല്ലിൽ അതുപോലെ കേരള പോലീസിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ചേച്ചി, ഞങ്ങളും ഒക്കെ കേരള പോലീസിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഈ നാണം കെട്ട് പറഞ്ഞു വരുന്ന ആരെ പറ്റിയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. രേണുസുതി കൊടുത്ത കേസിലല്ല, ആ ബിഷപ്പിന്റെ ഒരു കേസിൽ സന്ദീപ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ വീട്ടിൽ വന്ന് പോലീസുകാരൊന്ന് തൂക്കിക്കൊണ്ടു പോയായിരുന്നു. സന്ദീപ് ഇപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും അതിനെ പറ്റിയിട്ടാണ് ചേച്ചി പറയുന്നത്. ചേച്ചി, അപ്പൊ സന്ദീപ് പിന്നെ ഇറങ്ങിയതിന് ശേഷം കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തൊക്കെയോ സന്ദീപിന് വന്ന നാണക്കേടൊക്കെ മാറ്റാൻ വേണ്ടി സന്ദീപ് എന്തൊക്കെയോ കഥ പറയുന്നു. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി പോയി നാണം കെട്ട് തിരിച്ച് ഇറങ്ങി വന്നപ്പം ചേച്ചി കുറെ കഥ പറഞ്ഞില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? അല്ല, അപ്പൊ അതിനെ ഞങ്ങൾ ഇങ്ങനെ എടുത്താൽ മതിയല്ലോ അല്ലേ? ഏത് നാണം കെട്ട് തോറ്റു വന്നപ്പോഴത്തേക്ക് പിന്നെ നാട്ടുകാരുടെ ഫ്രണ്ടിൽ പിടിച്ചു വെക്കാനായിട്ട് എന്തൊക്കെയോ കഥ പറയുന്നു. ആ ഒരു മൂഡ് ഞങ്ങൾ എടുത്താൽ മതിയല്ലോ. അതോ ചേച്ചിയുടെ കാര്യത്തിൽ മാത്രം വേറെയും ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ വേറെയും ആ മൂഡാണോ? അല്ല, ചേച്ചിയുടെ വർത്തമാനത്തിൽ ചേച്ചി എപ്പോഴും അതാ പറയാറുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവാറുള്ളത് അതാ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നാട്ടുകാർക്ക് നിങ്ങളെ പട്ടിപ്പുച്ഛം. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക. ഒരു ദിവസം നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, ഇതിനും അതിനെ പുറകെ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. DYSP തന്നെ ഉറപ്പുകൾ തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ചപ്പീന ബീവിയും ചപ്പീന ബീവിയുടെ ചപ്പിയ കൂട്ടുകാരും ഒന്ന് ബിവേർ ആയിക്കൊള്ളുക. നിന്റെ പുറകിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അതിന്റെ കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ശേഖരിക്കുമല്ലോ, എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വോയിസ് ഓവറുകൾ, തെളിവുകൾ, വീഡിയോസ്. ഇതൊന്നും ഞാൻ എൻ്റെ ചാനൽ ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല. നിന്നെ ചാനലിൽ കൂടിയിട്ട് കാണിച്ചൊക്കെ ആൾക്കാർ കണ്ട കാര്യങ്ങളും അറിഞ്ഞ അവർക്കൊക്കെ അറിയാം. നിന്നെ ഇനി എനിക്ക് ഏൽപ്പിക്കേണ്ട നിയമത്തിലാണ്, നിന്നെ നിന്റെ കൂട്ടാളികളെ. നീ ഒറ്റയ്ക്കല്ലെന്ന് എനിക്കറിയാം. നിന്റെ യഥാർത്ഥ അജണ്ട എന്തുവാണെന്ന് എനിക്കറിയാം. പണി ചെയ്യാതെ മെയ് അനങ്ങാതെ ഓരോ ഫാമിലിയിലും കയറി കളിച്ച് പൈസ ഉണ്ടാക്കുക, മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ കൂട്ടത്തിലുണ്ടെന്ന് വരുത്തി തീർക്കുക. അവസാനം അത് എന്തിലേക്ക് ചെല്ലും? അവരെ ഭീഷണിയിലേക്ക് ചെല്ലും, ബ്ലാക്ക് മെയിലിംഗിലേക്ക് ചെല്ലും. ചേച്ചി എന്താ ചെയ്യുന്നത് അപ്പോ? വാട്ട് യു ആർ ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ രാവിലെ കൈക്കോട്ടും കൊണ്ട് പാടത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് കിളച്ച് മറിച്ച് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെയാണോ ജീവിക്കുന്നത്? ശരീരം അനങ്ങി മെയ് അനങ്ങിയാണോ നിങ്ങൾ ജീവിക്കുന്നത്? അല്ല, ഒന്ന് പറയാവോ? അല്ല, വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. രേണുവിനെ പറ്റിയോ, ഞാൻ രേണുവിനെ അങ്ങനെ വളരെ മോശക്കാരിയായിട്ട് തെറി പറയാനോ നഹി, വേണ്ട. പക്ഷെ ഇവരുടെ ഈ സാധനം കേട്ടിട്ട് നിങ്ങളുടെ എന്തൊക്കെയോ വോയിസും മറ്റേ തേങ്ങയും പിന്നെ അവന്റെ പുറകിൽ ജോർജ് ബുഷ് ആണെന്നൊക്കെയല്ല നിങ്ങൾ പറയുന്നത്. തെളിയിക്ക്, നിങ്ങളുടെ ചാനലിലൂടെ ഇട്ട് ഞാൻ നിയമപരമായി ആരെയാ ഈ പറ്റിക്കുന്നത്? വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരെയോ? അല്ല, നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ചാനലിലൂടെ പുറത്തു വിടും, എക്സ്ക്ലൂസീവ്. അതൊക്കെ കഴിഞ്ഞിട്ടേ ആരും ഇന്നത്തെ കാലത്ത് മറ്റേ അതിന്റെ പുറകെ പോകത്തുള്ളൂ. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറ്റേ വലിയ മഹത് വ്യക്തി ആ സാധനം ഇറക്കരുത്. അല്ല, ആദ്യമേ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അവൻ മറ്റേ ഇറങ്ങി വന്നിട്ട് അവൻ മറ്റേ കഥ പറയുന്നു വെളുപ്പിക്കാൻ. അയ്യോ, അവൻ ചെയ്തപ്പോൾ അത് ഓഹോ. നിങ്ങൾ മറ്റേ അവിടുന്ന് ഇറങ്ങി വന്നതിന് ശേഷം നാണം കെട്ട് ഇറങ്ങി വന്നതിന് ശേഷം നിങ്ങൾ മറ്റേ കഥ പറഞ്ഞപ്പം അത് മാത്രം ഓഹോ. അല്ല, അത് ഓഹോ അല്ല, ഇവന്റെ ഓഹോ അവരുടെ ഈഹി. നാട്ടുകാരുണ്ടല്ലോ ആട്ടും. വീണ്ടും ഞാൻ പറയുന്നു, അതാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഇങ്ങനെ ഒരു ഷോയിൽ പോലും പോയിട്ട്, ആ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങി വന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വെറുത്ത കുറെ ആളുകളുണ്ട്. മറ്റേ ബിഗ് ബോസിലുണ്ടായിരുന്ന RJ ബിൻസി പോലുള്ള ആളുകൾ പോലും അവർ വന്നതിന് ശേഷമാണ് തോന്നുന്നു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. അവർക്കൊക്കെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് വരെയായി. ഇവര് മാത്രം, പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ശാരിക ചേച്ചിക്ക് മാത്രം അങ്ങോട്ടൊരു ഗ്രോത്ത് ഇല്ല? 1-2 ചാനലൊക്കെ ഉണ്ട്, പക്ഷെ എന്നിട്ടും വൈ? ഇപ്പൊ ചേച്ചി പറയും നിനക്കൊക്കെ വ്യൂവർഷിപ്പ് ഉണ്ടോടാ? ചാനലൊന്നും എടുത്ത് നോക്കിയാൽ ചേച്ചിക്ക് മനസ്സിലാവും. ആവശ്യത്തിന് കിട്ടേണ്ട സമയത്തൊക്കെ നമുക്ക് ആവശ്യത്തിന് വ്യൂവർഷിപ്പ് ഉണ്ട്. ചില സമയത്ത് യൂട്യൂബ് ഒരു പണി തരും, ആ സമയത്താണ് നമുക്കൊക്കെ വ്യൂവർഷിപ്പ് ഡൗൺ ആയി പോകുന്നത്. പക്ഷെ നമ്മൾ പിന്നെ തിരിച്ചു കയറി വരും. പിടി കിട്ടിയോ? നോട്ടിഫിക്കേഷൻ പോവാതിരിക്കുക, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, പക്ഷെ ഒരു ടോപ്പിക് എടുത്ത് നമ്മൾ അതിനെപ്പറ്റി സ്ഥിരമായിട്ട്, ഞാനൊക്കെ മറ്റേ അമ്മയുടെ ഇഷ്യൂ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നല്ല വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഉള്ള കാര്യം പറയാം, അത്യാവശ്യം പൈസയും വരുന്നുണ്ടായിരുന്നു. വലിയ വ്യൂവർഷിപ്പ് ഇല്ലെങ്കിലും ആൾക്കാർ കുറെ നേരം കാണുന്നുണ്ട്, ആവറേജ് വ്യൂ ഉണ്ട്, നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ അതിനകത്തോടാണ് ജീവിക്കുന്നത് മൊത്തം. ശാരിക ചേച്ചിയെ പറ്റി ഇനി ഞാൻ വിശദീകരിക്കണോ? അല്ലെങ്കിൽ ചേച്ചിയുടെ തോൽവിയെ പറ്റി? തോൽവിയാണ്, സീരിയസ്ലി ഒരു തോൽവി തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. നിങ്ങൾക്കിത് ഇതിനകത്തൊന്നും കിട്ടാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിരിപ്പിന്റെ കുഴപ്പമാണ്. ബ്ലാക്ക് മെയിൽ ആണ് മെയിൻ, ബിഗിലെ എന്ന് പറയുന്ന പോലെ ബ്ലാക്ക് മെയിലിംഗ് ആണ് നിന്റെ മെയിൻ.
അപ്പോ ഇനി നിർത്തിക്കോ നീ അത്. നീയും നിന്നെ സഹായിക്കുന്ന കുറെ ചന്ത കൂട്ടുകാർ നിനക്കൊണ്ടെന്ന് എനിക്കറിയാം. ചന്ത കൂട്ടുകാരെന്ന് പറയാൻ പറ്റത്തില്ല, ചന്ത വ്ളോഗേഴ്സ് പലരെയും ഭീഷണിപ്പെടുത്തി. ഞാൻ ശരിക്കും ചിന്തിക്കാത്ത, എനിക്കൊരു ഊഹാപോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അവരെയൊക്കെ കുറിച്ച് തെളിവ് സഹിതമാണ് ആൾക്കാർ വിളിച്ച്, എന്റെ ഓഫീസ് ഫോണിന് വിശ്രമമില്ല, അതുപോലാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങിയെന്ന് പറഞ്ഞു. എന്താണ് ശ്രീ, നിങ്ങളെ ഞാൻ വിളിച്ചപ്പോ ഓഫീസ് ഫോണോ? ഓഫീസൊക്കെ ഉണ്ടോ ചേച്ചിക്ക്? എന്തിന്റെ ഓഫീസ്? അറിയാത്തോണ്ടാ. ഇനി വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അയ്യോ സോറി കേട്ടോ, ഞാൻ പറഞ്ഞതിനകത്ത് ക്ഷമ ചോദിക്കുന്നു. എന്തോ ഓഫീസാ ചേച്ചിക്കുള്ള? ഈ റിയാലിറ്റി മറ്റേ ശാരിക വൈശാരിക അതിന്റെ ഓഫീസാണോ? അല്ല, അതിനൊക്കെ ഓഫീസ് തുടങ്ങിയിരുന്നിട്ട് പൊന്നേ, ഒരുപാട് തെളിവുകളുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറക്കി വിട്. പിന്നെ ഒരുപാട് വ്ളോഗേഴ്സ് എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ലേ. ആരാ ചേച്ചി, ആരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചേച്ചി? അല്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയട്ടെ. നമ്മളൊക്കെ അറിയണം. നമ്മുടെയൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ ആരെങ്കിലും വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയണ്ടേ? എടാ, ഇത് നിങ്ങൾ നമ്മളോട് ചെയ്യുന്നത് വൃത്തികേടാണല്ലോ ശാരിക ചേച്ചി. നമുക്കൊക്കെ അറിയാവുന്ന നമ്മുടെ ഏതെങ്കിലും സർക്കിളിലോ അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് വഴി പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവർ ഈ പരിപാടി ചെയ്യുന്നത് നമ്മൾ അറിയാതെ മറ്റേ പൊട്ടന്മാരെ പോലെ തോളത്ത് കയറ്റി നടക്കുമായിരിക്കത്തില്ലേ? നമ്മളോട് കൂടെ പറ. തീരെ തെറ്റിയിട്ടില്ല. നിങ്ങൾ മനുഷ്യനോ അല്ല, മൃഗവും അല്ല. ടപ്പീന GB, അതാണ് നിങ്ങൾക്ക് പറ്റിയ സാധനം. നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്നല്ലോ ഞാൻ ആലോചിക്കുന്നു. എന്റെ മോനെ, നിങ്ങൾ ജീവിക്കോ മരിക്കോ എന്താന്ന് വെച്ചോ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് വ്യഭിചാരവും അപരാധവും പറയരുത്. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചോ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ലോക ഫ്രോഡുകളെ കുറിച്ചോ നിങ്ങൾക്ക് പറയാം, അത് നിങ്ങളുടെ ഇഷ്ടം, ആരും ഇടപെടാൻ പറ്റത്തില്ല. പക്ഷേ ഈ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്നതാണ്. അവരുടെ പഠന കാര്യങ്ങൾക്കും അവരുടെ എന്റർടൈൻമെന്റിനും അവർ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. യൂട്യൂബ്, വെദർ ഇറ്റ് ഈസ് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക്. നിങ്ങൾ ഒന്നെങ്കിൽ ഇതിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോവുക, നിർത്തുക, മര്യാദയ്ക്ക് നിർത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ കിടക്കും. സീരിയസ്ലി ഐ എം ടെല്ലിങ് യു, ടപ്പീന GB, നിങ്ങൾ ജയിലിൽ കിടക്കും. നിങ്ങളുടെ ഇവിടെ വന്നിരുന്നുള്ള ഈ മോന്തയ്ക്ക് കോങ്കണ്ണ് വെച്ചുള്ള ആ സാധനമൊന്നും ഇറക്കണ്ട, അതൊന്നും വേണ്ട. അതൊക്കെ നിർത്തിക്കോ. നിർത്തുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇത് മന്ത്രിസഭാ തലത്തിൽ എത്തുന്നവരെ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഒരു സംശയമില്ല. മനസ്സിലായോ? ഇപ്പോ നിങ്ങൾക്ക് 100 ചാനൽ ഉണ്ടാക്കാമെങ്കിൽ എനിക്ക് 110 ചാനൽ ഉണ്ടാക്കാം. എന്തായാലും എനിക്ക് 100% ഉറപ്പുണ്ട് നിങ്ങളെക്കാളും അത്യാവശ്യം വിദ്യാഭ്യാസവും ബോധവും മൂളയും എനിക്കുണ്ടെന്ന്. പിന്നെ വിദ്യാഭ്യാസം അല്ല സംസ്കാരത്തിന്റെ അടിസ്ഥാനം, അത് വേറെയാ. അത് ഞാൻ ഈ ചാനലിലൂടെ പറയത്തില്ല. ബിവെയർ ആൻഡ് സ്റ്റോപ്പ് ദിസ്. അവസാനം പറഞ്ഞ കറക്റ്റാ. വിദ്യാഭ്യാസം അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ മണ്ടത്തരം വിളിച്ചു പറയത്തില്ല. എന്താ മണ്ടത്തരം എന്നല്ല നിങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ചിന്തിച്ച്. ശാരിക, ഈ സ്ത്രീ വീഡിയോ ചെയ്തത് കൊണ്ട് ഒന്നും മന്ത്രിസഭയിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ മന്ത്രിസഭയിൽ എത്തിയേക്കും. ശാരിക, നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു ആരും മൈൻഡ് ചെയ്യത്തില്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിരിപ്പ് തന്നെയാണ്. നിങ്ങൾ അഹങ്കാരം, അയ്യോ ഒരു പൊടിക്ക് കുറയ്ക്ക്, ഒരു പൊടിക്ക് അത് കുറയ്ക്കണം ശാരിക. നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് നിങ്ങൾ എന്തോ ആണെന്നുള്ളൊരു അത് കിടക്കുന്നതുകൊണ്ടായിരിക്കാം. അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ദോഷമാണ്. പിന്നെ പറയുന്ന ആ വ്യക്തിയുടെ തെറി അങ്ങോട്ടിരുന്ന തെറി അഭിഷേകം ഞാനും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില ടോപ്പിക്കുകൾ ഇന്ന് വന്നാലും നമ്മൾ ചെയ്യും. കാരണം ചിലതിലൊന്നും നമ്മളെന്നല്ല, ചിലപ്പോൾ പോലീസുകാർ തന്നെ ചില ആളുകളെ, ചില ക്രിമിനൽസിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ 10 തെറിയല്ല പിടിച്ചങ്ങോട്ട് ആ ഒരു പരിപാടിയൊക്കെ കാണിക്കുന്ന ചില ആളുകളുണ്ട്. തെമ്മാടിത്തരം മാത്രം ചില പിഞ്ചുകളോട്, ചില ഭയങ്കര തെമ്മാടിത്തരം ശാരീരികമായിട്ട് ഒക്കെ ചെയ്യുന്ന അവരെയൊക്കെ 10 തെറി പറയുന്നതിനകത്ത് ഞാൻ തെറ്റ് പറയില്ല. പക്ഷെ അതല്ലാതെ ഇങ്ങനെയുള്ള കേസുകളിൽ വന്നിരുന്ന് യൂട്യൂബിൽ അങ്ങ് അറ്റം, പിന്നെ ചില ആളുകളുടെ പേഴ്സണൽ ലൈഫിലേക്ക് അങ്ങോട്ട് ചെന്ന് വീടുകളിൽ കയറി ചെന്നൊക്കെ പരിപാടി കാണിക്കുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതും കൂടെ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ രേണു സുധിര കുടുംബക്കാരോട് ഫോണൊക്കെ അവരുടെ ഒന്ന് മാറ്റി വെക്ക്. അവരെ ഒന്ന് സമാധാനിപ്പിച്ച് ഒന്ന് കൊണ്ടുപോകും. അത്യാവശ്യം നല്ല കണ്ടന്റുകളൊക്കെ അവരെ ഇടിയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഈ നാട്ടുകാരുടെ തെറിയൊന്നും കേൾപ്പിക്കാതെ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ.